മന്ത്രിസഭാ രൂപീകരണം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗമായി നടത്തിയ ചർച്ച, ആ ചർച്ചയിൽ ധാരണയായില്ല എന്ന സൂചനയാണ് പി ജെ ജോസഫിന്റെ ഭാഗത്ത് KPCC ഓഫീസിൽ ഇന്ദിരാഭവനിൽ ചർച്ചയ്ക്ക് ശേഷം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശദമല്ലാത്ത പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേസമയം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയിലേക്ക് ലീഗ് എത്തി. 4 മണിക്ക് ഔദ്യോഗികമായി അവർ പ്രഖ്യാപിക്കാനും പോവുകയാണ്. ആ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എന്ത് സംഭവിക്കുന്നു, ഒപ്പം കോൺഗ്രസിലെ മന്ത്രി പട്ടികയിൽ അവസാന മിനിറ്റ് എന്തൊക്കെ മിനുക്കുമണികളുണ്ട്, അന്വേഷണമുണ്ട്, അല്ലെങ്കിൽ ആദ്യം കോൺഗ്രസിലെ മന്ത്രിമാരിലേക്കും ഒപ്പം വകുപ്പുകളിലേക്കും വന്നാൽ എങ്ങനെയാണ് ധാരണ എന്നതാണ് പുറത്ത് ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങൾ. രതീഷ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നുള്ളതാണ്. അവസാന നിമിഷം എല്ലാം ഒരു കൂടിക്കുഴഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ, ചർച്ചകൾ ചെറിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് പി ജെ ജോസഫിന്റെ കാര്യത്തിൽ ഒരു തട്ടിൽ തടഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസിലും ചെറിയ തോതിൽ പ്രതിസന്ധി ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. കാരണം കോൺഗ്രസ് ഒരു ലിസ്റ്റ് പൂർത്തിയാക്കി അന്തിമമായ പട്ടിക അത് തയ്യാറാക്കി ദീപാദാസ് മുൻഷി ഏൽപ്പിച്ചു. ഇത് കേന്ദ്ര AICCയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. കാരണം IC ബാലകൃഷ്ണൻ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സൂചനകളുണ്ട്. IC ബാലകൃഷ്ണന്റെ പേര് അതിൽ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദം AICCയുടെ മേളിലുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് അത്തരം ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. കാരണം IC ബാലകൃഷ്ണൻ നേരത്തെ അവസാന നിമിഷവും VD സതീശനെ IC ബാലകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നൊരു വലിയ സമ്മർദ്ദം, അതായത് പുതിയൊരു പേരിലേക്ക് IC ബാലകൃഷ്ണൻ എന്ന പേര് നേരത്തെ പരിഗണിക്കപ്പെട്ടതാണ്. ആ പേര് കുറെ കൂടി ഇപ്പോൾ സാഹചര്യങ്ങൾ IC ബാലകൃഷ്ണൻ അനുകൂലമായി വരികയാണ്. അതായത് സെൻട്രൽ ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം എങ്ങനെയാണ്, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭാ മണ്ഡലത്തിൽ പെട്ട നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. മാത്രമല്ല രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു ഡിമാൻഡ് നേരത്തെ വച്ചു, ആ ക്യാമ്പ് അങ്ങനെ ഡിമാൻഡ് വച്ചു എന്ന വിവരവും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ IC ബാലകൃഷ്ണൻ എന്ന പേരിലേക്ക് ഒരു പുതിയ ചർച്ചകൾ കൂടുതലായി വരുന്നത്? രതീഷ്, അതിൽ കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കാനുണ്ട്. ഏതായാലും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് തന്നെയാണ് ഈ സമ്മർദ്ദത്തിന് പിന്നിൽ എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഉള്ളയാളാണ്. അപ്പോൾ ബത്തേരി എന്ന് പറയുന്നത് ST മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിന്ന് നേരത്തെ PK ജയലക്ഷ്മി ഒരു വനിത ഉള്ളായിരുന്നുവെങ്കിൽ കൂടി VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ KPCC ആസ്ഥാനത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. രതീഷ്, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അപ്ഡേഷൻ നൽകാനുള്ളത് വകുപ്പുകൾ സംബന്ധിച്ചുള്ള പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അത് ആ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നെങ്കിലും ഏകദേശ ധാരണയായ ചില പേരുകളും വകുപ്പുകളും കൂടി. അമൽ, എന്താണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം? അതായത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രി VD സതീശന് പൊതുഭരണത്തിന് പുറമെ ധനവകുപ്പ് കൂടി ലഭിക്കുന്നു. അതോടൊപ്പം തുറമുഖത്തിന്റെ ചാർജ് കൂടി VD സതീശന് ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. അത് ഉറപ്പാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം പ്ലസ് വിജിലൻസ്, അതോടൊപ്പം സണ്ണി ജോസഫ് റവന്യൂ വകുപ്പിന്റെ ചുമതലയുണ്ടാകും. K മുരളീധരന് ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. K മുരളീധരൻ അത് ഏറ്റെടുക്കും. ദേവസ്വം ബോർഡ് കൂടി K മുരളീധരനെ കൈമാറാനുള്ള സാധ്യതയുണ്ടോ? ആ 2 വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. നിരവധി വിവാദങ്ങൾ നിൽക്കുന്ന 2 വകുപ്പുകൾ. ആ 2 വകുപ്പുകൾ K മുരളീധരന് നൽകാനുള്ള നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ വൈദ്യുതി വകുപ്പ് നൽകാനുള്ള ആലോചനയാണ്. വൈദ്യുതി വകുപ്പിന് പുറമെ മറ്റേതെങ്കിലും ഒരു വകുപ്പ് കൂടി PC വിഷ്ണുനാഥിന് കൈമാറിയിരിക്കും. അതോടൊപ്പം എം ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകാനുള്ള ആലോചനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. AP അനിൽകുമാർ മന്ത്രിസഭയിലുണ്ടെങ്കിൽ AP അനിൽകുമാറിന് മുൻപ് കൈകാര്യം ചെയ്തിരുന്ന ടൂറിസം വകുപ്പിന് ചുമതല നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമവും അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതല കൂടി ബിന്ദു കൃഷ്ണയ്ക്ക് നൽകും. അതോടൊപ്പം ഇപ്പോൾ ഇനി പരിഗണിക്കപ്പെടുന്ന T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ VT ബൽറാം, ചാണ്ടി ഉമ്മൻ, ഈ 3 പേരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു ധാരണ, അവരുടെ പേരുടെ കാര്യത്തിൽ 100% ഉറപ്പില്ലാത്തതിനാലാണ് അവരുടെ വകുപ്പിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. പക്ഷേ ചാണ്ടി വരികയാണെങ്കിൽ ചാണ്ടിക്ക് കായിക വകുപ്പും യുവജനക്ഷേമവും നൽകും എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. അതോടൊപ്പം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ശക്തൻ മന്ത്രിയായി എത്തും എന്നുള്ളതാണ് നിലവിലെ ഒരു അപ്ഡേഷൻ. ഈ പട്ടികയിൽ 1-2 പേരുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം, അല്ലാതെ മറ്റ് കൂടുതൽ മാറ്റങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയില്ല. ഇങ്ങനെയാണ് AICCക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്ന പട്ടിക. രതീഷ, അതിനകത്താണ് ഇനിയിപ്പോൾ അവസാനം ഏറ്റവും ഒടുവിൽ ഈ അമല ഇപ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ IC ബാലകൃഷ്ണന്റെ പേര് പട്ടികയിലില്ല. അതിൽ AICC ഇടപെടുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പകരം T സിദ്ദിഖിന്റെ പേര് ഉൾപ്പെടുകയാണ്. പക്ഷേ T സിദ്ദിഖിന്റെ പേര് ഉൾപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് എത്തുമ്പോഴും T സിദ്ദിഖ് ഹൈക്കമാൻഡിന് അനുഭവമൊന്നുമല്ല. കാരണം പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലില്ലാത്തപ്പോൾ മണ്ഡലം നോക്കുന്നത് T സിദ്ദിഖാണ് എന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറയാറുണ്ട്. അപ്പോൾ T സിദ്ദിഖിനെ
നോക്കാൻ ഹൈക്കമാൻഡിന് നിർദ്ദേശം നൽകാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ടി സിദ്ദിഖ്. ആ വയനാട് പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മണ്ഡലം നോക്കുന്ന ആൾ എന്നത് ഒരു ഭാരമായി മാറുമോ? കാരണം മന്ത്രിയായി കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് പോകും, അപ്പോൾ മണ്ഡലം നോക്കാൻ ആളില്ലാതെ വരും എന്നൊക്കെയുള്ള ഒരു പരിഗണന കൂടെ അത് ശരിയാണ്, തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഇപ്പൊ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന പണി അങ്ങ് തുടരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടുപോയി. പക്ഷേ ടി സിദ്ദിഖ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം, തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്. വി ഡി സതീശൻ KPCC ആസ്ഥാനത്തെ ചർച്ചകൾക്ക് ശേഷം, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്.